ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ സ്കൂളിലോ കോളേജിലോ പഠിപ്പിക്കില്ല. പക്ഷെ ജീവിതം ഒരു ദിവസം കഠിനമായി നമ്മളെ പഠിപ്പിക്കും. ചിലർ അത് നേരത്തെ പഠിക്കും, അവർ വിജയിക്കും. ചിലർ ആ സത്യങ്ങൾ മനസ്സിലാക്കുമ്പോഴേക്കും സമയം വളരെ വൈകിപ്പോയിരിക്കും. അതിനാൽ ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഈ 3 കാര്യങ്ങളിൽ ഒരെണ്ണമെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായും നിങ്ങളുടെ ജീവിതം മാറ്റും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ വെൽക്കം ടു മൈ ചാനൽ ഗോൾഡൻ തോട്ട്സ്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാത്തവർക്ക് ഒരിക്കൽ വീഴ്ച ഉറപ്പാണെന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ സ്ഥിരമായി നിലനിൽക്കുന്നത് മാറ്റം മാത്രമാണ്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്. ഒരു കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഫോൺ പഴയ കീപാഡ് ഫോൺ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോണോ ഇന്ന് ആ പഴയ ഫോണുകളുടെ സ്ഥാനം സ്മാർട്ട് ഫോണുകളും ഐഫോണുകളും ഏറ്റെടുത്തു. ഒരു കാലത്ത് കത്തുകൾ എഴുതി, ഇന്ന് 1 സെക്കൻഡിൽ വീഡിയോ കോൾ ചെയ്യുന്നു. ലോകം ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്നു. സാങ്കേതിക വിദ്യകളും മനുഷ്യരുടെ ചിന്തകളിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ചിലർ ഇപ്പോഴും കാലത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ മടിക്കുന്നു. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ മാറില്ലെന്ന ചിന്തയാണ് അവർക്ക്. അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. മനഃശാസ്ത്രത്തിൽ ഇതിനെ സ്റ്റാറ്റസ് കോ ബയസ് എന്ന് പറയുന്നു. മാറ്റം ഗുണകരമാണെന്നറിയാമെങ്കിലും പഴയ രീതിയിൽ തന്നെ തുടരാൻ മനസ്സാഗ്രഹിക്കുന്ന അവസ്ഥ. കാരണം ഈ അവസ്ഥ സുരക്ഷിതമാണെന്ന് തലച്ചോർ വിശ്വസിക്കുന്നു. പിന്നീട് നമ്മൾ സ്വയം അപ്ഡേറ്റ് ആവാത്തതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടാനും പിന്നിലേക്ക് തള്ളപ്പെടാനും കാരണമാകും. ജീവിതം ഒരു ഒഴുക്കുള്ള നദി പോലെയാണ്. നമ്മൾ ആ നദിയിലെ ഒഴുക്കിനനുസരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കണം. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ പ്രശസ്തമായ ഒരു കോട്ടുണ്ട്: ഇഫ് യു കാൺട്ട് ഫ്ലൈ ദെൻ റൺ, ഇഫ് യു കാൺട്ട് റൺ ദെൻ വാക്ക്, if you can't walk then crawl, but whatever you do you have to keep moving forward. നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടൂ, ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കൂ, നടക്കാൻ കഴിയില്ലെങ്കിൽ ഇഴയൂ. പക്ഷേ എന്തു ചെയ്താലും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കണം. രണ്ടാമത്തെ സത്യം എന്ന് പറയുന്നത്, ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കും. പക്ഷേ ആ തെറ്റുകളിൽ നിന്നും പാഠങ്ങൾ പഠിക്കാതിരിക്കുന്നത്. ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും, പരാജയങ്ങളിലൂടെയാണ് പല വ്യക്തികളും അവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. പരാജയങ്ങളിൽ പേടിച്ച് രണ്ടാമതും ശ്രമിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം. ഓർക്കുക, ഫിയർ ഹാസ് 2 മീനിങ്സ്: ഫോർഗെറ്റ് എവറിത്തിങ് ആൻഡ് റൺ, ഓർ ഫേസ് എവറിത്തിങ് ആൻഡ് റൈസ്. ദ ചോയ്സ് ഈസ് യുവേഴ്സ്. സ്വയം ഒരു ചോദ്യം ചോദിക്കൂ: കഴിഞ്ഞ 1 വർഷത്തിനിടെ ഞാൻ എന്താണ് പുതിയതായി പഠിച്ചത്? ഒരു പുതിയ സ്കിൽ, ഒരു ലാംഗ്വേജ്. അറിവ് നേടുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇന്ന് യൂട്യൂബ് വഴിയും ChatGPT വഴിയും പുതിയ കാര്യങ്ങൾ സ്വയം പഠിക്കാം. ഓർക്കുക, അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതും പുതിയ കാര്യങ്ങൾ പഠിക്കാതിരിക്കുന്നതും അപകട സൂചനയാണ്. മൂന്നാമതായി പറയാൻ പോകുന്നത്, കംഫോർട്ട് സോണാണ് വളർച്ചയുടെ ഏറ്റവും വലിയ ശത്രു. കംഫോർട്ട് സോൺ കേൾക്കുമ്പോൾ ഒരു നല്ല വാക്കായി തോന്നാം. പക്ഷേ മനസ്സിലാക്കുക, അതൊരു അദൃശ്യ ജയിലാണ്. അവിടെ ജീവിതത്തിന് വളർച്ചയും സ്വപ്നങ്ങളും ഉണ്ടാകില്ല. നമ്മുടെ സുരക്ഷിതമായ ഭാവിക്ക് വേണ്ടി സ്വയം കംഫോർട്ട് സോണിൽ നിന്നും പുറത്തു കടക്കണം. ഇന്നലെ പഠിച്ചത് മതിയാകില്ല. ഇന്ന് വീണ്ടും പുതിയ കാര്യങ്ങൾ പഠിക്കണം. അതനുസരിച്ച് നാളെ വീണ്ടും മാറണം. ഓർക്കുക, ഇന്നലത്തെ വിജയം നാളത്തെ വിജയത്തിൻ്റെ ഗ്യാരണ്ടിയല്ല. ഓരോ ദിവസവും സ്വയം അപ്ഡേറ്റ് ആകുന്നവരാണ് ജീവിതത്തിൽ മുന്നിലെത്തുന്നത്. ഇന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ ഈ വീഡിയോ വിജയിച്ചു എന്ന് ഞാൻ വിശ്വസിക്കും. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇനിയും സൈക്കോളജി, ലവ്, മോട്ടിവേഷണൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഹാവ് എ ഗുഡ് ഡേ.